എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം പച്ചമുളക് തൈര് കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ഉണ്ടമുളകും എടുത്തിട്ടുണ്ട്. ഉണ്ടമുളക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ പച്ചമുളക് മാത്രം മതി. ഒരു മണത്തിനും കൂടി വേണ്ടിയാണ് ഉണ്ടമുളകും കൂടി ചേർത്തേക്കുന്നത്. ആദ്യം ഇതിൻ്റെ ഞെട്ടൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകണം. കഴുകിയിട്ട് തുടച്ചെടുക്കണം. എണ്ണയിലിട്ട് വറുക്കാനായതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇനി ഇതിന് നമുക്ക് ഇതേപോലെ ഇതിൻ്റെ അറ്റം ഒന്ന് പിളർത്തിയെടുക്കണം. മുകൾ വശം മാത്രം ഒന്ന് രണ്ടായിട്ടൊന്ന് പിളർത്തി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ അടുത്ത് വെച്ചിരിക്കുന്ന മുളകെല്ലാം ഇതേപോലെ അറ്റം ഒന്ന് പിളർത്തി മാറ്റി വയ്ക്കാം. മുളകിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണയിലിട്ട് വറുക്കുന്ന സമയത്ത് ഒരുപാട് പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് നല്ലപോലെ തുടച്ചെടുക്കണമെന്ന് പറഞ്ഞത്. ഈ ഒരു രീതിയിൽ എല്ലാം ഒന്ന് അറ്റം പിളർത്തി എടുത്ത് വയ്ക്കാം. ഇനി വേണ്ടത് തൈരാണ്. അപ്പോൾ 1 കപ്പ് തൈര് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് തൈര് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഒരുപാട് കട്ട തൈര് വേണ്ട. ഇതേപോലെ ഒന്ന് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം. തൈരിലേക്ക് വെള്ളം ഒട്ടും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കണം. ഞാൻ ഫോൺ വെച്ചപ്പോൾ ഫ്രെയിം ഇത്തിരി ഒന്ന് മാറിപ്പോയി. അത് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വരണം. ആ ഒരു സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഈ മുളക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് വയ്ക്കണം. മുളക് തൈരിലേക്ക് നന്നായിട്ടൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. അപ്പം മുളക് കളറ് മാറി വെളുത്തൊരു കളറൊക്കെ ആവത്തില്ലേ, ആ ഒരു സമയമാണ് നമ്മൾ എണ്ണയിൽ നിന്നും കോരി മാറ്റേണ്ടത്. അപ്പോൾ ഇതേപോലെ വറുത്ത് എടുത്തതിന് ശേഷം തൈരിലേക്കൊന്ന് മുക്കി വെച്ച് കൊടുക്കാം. ഇനി അതവിടെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെ മുളകിൻ്റെ അരി വല്ലതും ഉണ്ടെങ്കിൽ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ആ എണ്ണയിലേക്ക് ഒരു നുള്ളു കടുകും ഒരു നുള്ളു ഉലുവയും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 3 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 4 ചുവന്നുള്ളിയും കൂടി ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. വഴട്ടിയിട്ട് അതും ഒന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതിനുശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഫ്ലെയിം നന്നായിട്ടൊന്ന് സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം മഞ്ഞൾപ്പൊടിയും നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചൂടോടുകൂടി തൈര് ഒഴിച്ച് കൊടുക്കേണ്ട. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ചെറിയ രീതിയിലൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും. അപ്പോൾ ഇതാ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈരും മുളകും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരുപാട് ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഇതാ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തൈരിന് കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. ഇനി കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ശർക്കര ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പുളിയും ഉപ്പും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. മിനിമം 1 മണിക്കൂറെങ്കിലും ഇത് കറിയിൽ കിടന്നൊന്ന് സെറ്റാകണം. അപ്പോൾ മുളകിലേക്ക് തൈരൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വിളമ്പിയെടുക്കാം. മുളക് തൈരിൽ കിടക്കും തോറും മുളകിന് നന്നായിട്ട് ടേസ്റ്റ് കൂടി കിട്ടും. അതേപോലെ എരിവും കാണത്തില്ല. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ മുളക് കറിയൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ എന്താ ചൂട് ചോറിൻ്റെ കൂടെ ഈ കറിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചൊന്ന് കഴിച്ച് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. വേറെ കറികളുടെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഈ ഒരു കറി ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അതായത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത്. അടുത്തത് കൂർക്ക കൊണ്ട് തയ്യാറാക്കിയ ഒരു ഒഴിച്ചു കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം.
അത് ആവശ്യത്തിനുള്ള അത്രയും കൂർക്ക വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. അപ്പം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ തൊലി ഇളക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ തൊലിയൊക്കെ ഇളകി വരും. അതുകൊണ്ട് ഒരു അരമണിക്കൂറോളം വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കാം. ഇട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ തൊലി ഇളക്കി കളയാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിരിക്കുന്ന അത്രയും നമുക്കിൻ്റെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. അതുപോലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ട് തൊലി കളഞ്ഞാൽ അധികം കറിയൊന്നും നമ്മുടെ കയ്യിൽ പിടിക്കുകയില്ല. ഈ ഒരു രീതിയിൽ എല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് 2-3 തവണ കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോളം വലിപ്പത്തിലിടണം ആ ഒരു വലിപ്പത്തിൽ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്നുകൂടി ഒന്ന് കഴുകിയെടുക്കണം. ഒരുപാട് വലിപ്പമുള്ള കിഴങ്ങൊക്കെ മുറിച്ചെടുത്താൽ മതി. തീരെ വലിപ്പം കുറഞ്ഞത് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. മുറിച്ചതിന് ശേഷം വീണ്ടും ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചട്ടി പാത്രം കൊണ്ടൊന്ന് മൂടി കൊടുക്കാം. മൂടി വെച്ചതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. ആവശ്യമുള്ള തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു നുള്ള് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിരുന്നു, അതുകൊണ്ട് കുറേശ്ശെ മാത്രം മതിയാകും. ഇനി അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 2 ചുവന്നുള്ളി തൊലി കളഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് വേകാൻ വെച്ചിരുന്ന കൂർക്ക എന്തായെന്ന് നോക്കാം. അടപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അതെടുത്തൊന്ന് കഷ്ണം ഒരെണ്ണം എടുത്ത് നമുക്ക് നോക്കാം വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ കൂർക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഒഴിച്ചെറിയാകുമ്പോൾ ചെറിയൊരു പുളി വേണം. അതിന് വേണ്ടി 2-3 കഷ്ണം മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പുളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ മാങ്ങയാണ് ചേർത്ത് കൊടുത്തത്. കുറച്ച് പുളി മാത്രം മതിയാകും. ഒരു 3 കഷ്ണം മാങ്ങയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കറി ഒന്ന് ചൂടായി വന്നാൽ മതിയാകും, തിളയ്ക്കേണ്ട. ഒഴിച്ചെറിയൊക്കെ തിളച്ച് വയൽ പിരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ വീണ്ടും ഉപ്പ് നോക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറിയ രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് തിളച്ച് പോകരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒഴിച്ച് കറിയൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് താളിച്ച് ചുവന്നുള്ളിയൊക്കെ ചേർത്ത് താളിച്ചൊഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒഴിച്ചു കറിക്ക് മസ്റ്റായിട്ടും ഇങ്ങനെ താളിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് പ്രത്യേകം മണമാണ്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല കിടിലൻ ടേസ്റ്റിലുള്ള കൂർക്ക ഒഴിച്ചു കറി റെഡിയായി കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. അടുത്തത് പുളിയൻ പയർ തോരനാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. തോല് പൊളിച്ചെടുത്തിട്ട് അകത്തുള്ള പയറെടുക്കുന്നതാണ്. അപ്പം ഒരുപാട് മുറ്റാത്ത പയറുണ്ടെങ്കിൽ ഇതേപോലെ ഒടിച്ചെടുക്കും. അപ്പോൾ അങ്ങനെയെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. കുറച്ച് വേഗമുള്ള പയറാണ്. അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാത്രം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ
ഒരു 3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമുള്ളൊരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചതച്ചെടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ ഇതിനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതാ നമുക്ക് വേകാൻ വെച്ചിരുന്ന പയറൊന്ന് തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു പകുതി വേവോളം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം പയറിനകത്തൊക്കെ നന്നായിട്ട് അരപ്പൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. അരപ്പെല്ലാം ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് നല്ല രീതിയിൽ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ തുറന്ന് നോക്കുമ്പോഴേക്കും ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പം മൂടി വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി അടിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അതാ പാൻ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ പയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ സൂപ്പർ ടേസ്റ്റിലുള്ള പയർ തോരനും റെഡിയായി കഴിഞ്ഞു. ഈ പയർ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലൊന്നും കിട്ടുന്ന പയറല്ലെന്നാണ് തോന്നുന്നത്. കിട്ടുന്നവർ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.